ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോഴും യൂട്യൂബിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയാണ് ഓർഡർ തരേണ്ടത്. എനിക്ക് തോന്നുന്നു മലയാളം ഭാഷ അറിയാത്തവരായിരിക്കണം അത്. അതായത് കേരളത്തിലുള്ളവരെല്ലാം തോന്നുന്നു ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ ഡോണ കാർമൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. അപ്പോൾ ചോദിക്കുകയാണ്, ഇതെന്താ 60 റുപ്പീസ്, 40 റുപ്പീസിന് കൊടുത്തുകൊണ്ടിരുന്നില്ലേ? ആണ്. ഇത് പക്ഷേ മദർ പ്ലാന്റ് ആണ് കേട്ടോ. തൈകൾ വരാൻ പാകത്തിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. 60 റുപ്പീസ്. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് എല്ലാവരുടെയും വീടുകളിൽ തന്നെ കാണും. എങ്കിലും ഇനിയും വാങ്ങിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം. 30 റുപ്പീസ്. ഇത് നിയോൺ പോത്തോസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. നമുക്ക് സ്റ്റിക്കിലും ചട്ടിയിലും തൂക്കുചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റും. ഇത് സിങ്കോണിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് ഫിലോഡൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട കേട്ടോ, ഫിലോഡൻറ്റൊന്നും, അതങ്ങ് വളർന്നു കിട്ടിക്കോളും. ഇതൊരു ലീഫി പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. മുകൾ ഭാഗം ഡാർക്ക് ഗ്രീനും അടിഭാഗം പർപ്പിൾ കളറും ചേർന്നത്. പിന്നെയുള്ളത് അഗ്ലോണിമ ഐസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. പ്രൈസ് 70 റുപ്പീസ്. പിന്നെയുള്ളത് സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260 റുപ്പീസ്. 260. ഇത് കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. പെട്ടെന്ന് തൈകൾ വരും കേട്ടോ ഇതിൽ. പിന്നെ ഇൻഡോർ പ്ലാന്റാണ്. വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്, വെള്ളം വേണം. ഇത് ഫിലോഡൻ്റെ ബ്ലാക്ക് പ്രിൻസസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275 റുപ്പീസ്. ഇൻഡോർ ആണ്, പക്ക ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് ഗോൾഡൻ സെറാറ്റത്തിൻ്റെ വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. ഇത് കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 260 റുപ്പീസ്. ഇതിന് 3-4 ഷൂട്ട്സ് ഉണ്ട് കേട്ടോ, അതാണ് 260 റുപ്പീസിന്. പിന്നെ ഉള്ളത് ലീഫി പ്ലാന്റ്. ഈ ലീഫി പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. നല്ല ഗ്രീന് യെല്ലോയൊക്കെ ചേർന്നത്. ഇൻഡോർ പ്ലാന്റ് ആണ്. ഔട്ട്ഡോറിൽ നമുക്ക് വെക്കാം, പക്ഷെ വെയിലില്ലാത്ത ഭാഗം നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കളർ നമുക്ക് നല്ല ബ്രൈറ്റ് കളർ കിട്ടാനായിട്ട് അത് നല്ലതാണ്. ഇത് ബേർഡ് നെസ്റ്റ് ഫോൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസ്. നല്ല വലിയ പ്ലാന്റ് ആണ്, നല്ല വലുതാകും കേട്ടോ. വലിയ പോട്ടിൽ വേണം ഇത് വെക്കേണ്ടത്. ഇത് നമ്മുടെ കയ്യിൽ നമുക്ക് അയച്ച് തരുമ്പോഴത്തേക്ക് വലിയ പോട്ടിൽ തന്നെ വെച്ചോളൂ, കാര്യം വലിയ പ്ലാന്റ് ആണ്. ഇതെന്ന് പറഞ്ഞൊരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇതൊരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. നമുക്കിങ്ങനെ 3-4 ചട്ടികളിൽ ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ നല്ല കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അധികം പൊക്കത്തിൽ, നല്ല പൊക്കം വെക്കും, നല്ല പൊക്കത്തിൽ വിടാതെ വെട്ടി നിർത്തുവാണെങ്കിൽ പഴയ ഒരു ചെടിയാണെങ്കിലും കാണാൻ ഒരു ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചിലർ ഇതൊക്കെ പഴയത് എന്നുള്ളൊരു അതുകൊണ്ട്. ഇത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. 90. ഇത് നമ്മുടെ ലോറ പെറ്റാൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. പൂവും ലീഫും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നല്ല വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തില്ലെങ്കിൽ ഈ നല്ല കട്ട വെയിലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ചിലർ വിചാരിക്കും വെള്ളം വേണ്ടാത്തതുകൊണ്ടായിരിക്കും. ഇല്ല, വെള്ളം വേണം, നന്നായിട്ട് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇത് നിക്കോഡിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. വെയിലുള്ള ഭാഗത്ത് നിർത്തുമ്പോഴാണ് നല്ല ലീഫൊക്കെ കാണാനായിട്ട് നല്ല ബ്രൈറ്റിൽ നിൽക്കുന്നത്. നല്ലൊരു സിൽവർ ഷെയ്ഡിൽ നിൽക്കും. ഇതെന്ന് പറയുന്നത് CC പ്ലാന്റ്. 190 റുപ്പീസിന് CC പ്ലാന്റ്. നല്ല അടിയിൽ നല്ല വലിയ ബൾബാണ്. മുകളിൽ 3-4 ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് മിനിയേച്ചർ ഡോർഫ് വെറൈറ്റി. ഇതിൻ്റെ പ്രൈസും 190 റുപ്പീസ്. ഇത് നമുക്ക് വീട്ടിൻ്റെ അകത്തും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല. ഇതെന്ന് പറയുന്നത് ഫിലോഡൻ്റെ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. വലിയ പോട്ടിൽ സെറ്റ് ചെയ്യാൻ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല വലിയ ലീഫാണ്, നീളത്തിനിങ്ങനെ. അങ്ങനെ അടുത്തെന്ന് പറയുന്നത് ഫിലോഡൻ്റെ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് വളർത്തിയെടുക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് പീക്കോ കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 290 റുപ്പീസ്. 290 റുപ്പീസിന് അയ്യോ വില കൂടുതലാണെന്ന് തോന്നണ്ട. വലിയൊരു ചട്ടിയിൽ തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും 290 റുപ്പീസ്. ഇത് പിന്നെ നമുക്ക് 40 റുപ്പീസിന് സിംഗിൾ ഷൂട്ടുണ്ട്, 40 റുപ്പീസ്. പിന്നെയെന്ന് പറയുന്നത് 20 റുപ്പീസിൻ്റെ അഗ്ലോണിമ. ഇത് തെച്ചി, റെഡ് കളർ ഫ്ലവർ പിടിക്കുന്ന തെച്ചി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. റബ്ബർ പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. 190 റുപ്പീസ്. പീച്ച്, ഗ്രീന്, ക്രീമ് ഒക്കെ ചേർന്ന റബ്ബർ പ്ലാന്റ് ആണ്. ഇത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. പിന്നെയുള്ളത്
പിന്നെയുള്ളത് ഫ്ലവറിങ് പ്ലാന്റ് മെലസ്റ്റോമ. വയലറ്റ് കളറാണേ. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊന്നും ഞാൻ ഫ്ലവർ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. വയലറ്റ് കളറാണ് പിടിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസ്. ഇത് ലൊക്കേഷൻ ഡ്രാഗൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻ ബാച്ചിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് നമ്മുടെ ഇപ്പം ഇല്ല കേട്ടോ. ഇത് എല്ലാം കരിഞ്ഞു പോയി. ഇനി അതൊന്നേന്ന് ലീഫൊക്കെ വരണം. പെഡിലാന്തസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് മിനിയേച്ചർ റോസ് ഡാർക്ക് പിങ്ക് കളറാണ്. മിനിയേച്ചർ റോസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. പിന്നെയുള്ളത് യുഫോർബയുടെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. നല്ല ചുവപ്പ് കുഞ്ഞു പൂക്കളാണ് പിടിക്കുന്നത്. കുഞ്ഞിലെ തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങും. ആരുടെ കുഞ്ഞിലേന്ന് വെച്ചാൽ ചെടിയുടെ കുഞ്ഞിലെ. പിന്നെ ഇത് ലേഡീസ് കനകാമ്പരത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. നമുക്ക് യുഫോർബിയയ്ക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. ലേഡീസ് കനകാമ്പരം ഒക്കെ അങ്ങനെ തന്നെയാണ്. വലിയ കെയറിങ് ഒന്നും വേണ്ട. കുറച്ച് വെയിലുള്ള ഭാഗത്ത് നോക്കി നിർത്തിയാൽ മതി. പിന്നെയെന്ന് പറയുന്നത് ലക്കി ബാമ്പുവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. ഇതൊരു ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇത് സ്നോ ബുഷ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഗ്രീനും വൈറ്റും ചേർന്ന പ്ലാന്റ്. ഇത് ഫിലോഡറിൻ്റെ വൈറ്റ് പ്രിൻസസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275 റുപ്പീസ്. 275. ഫിലോഡറിൻ്റെ ബിർക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഒരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ്. പെട്ടെന്നൊന്നും വളരത്തില്ല. പെട്ടെന്നൊന്നല്ല, അത് തീരെ അതിന് വയ്യാന്ന് പറഞ്ഞ് വളരുന്നൊരു പ്ലാന്റ്. ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 റുപ്പീസ്. അഗ്ലോണിമ ബട്ടർഫ്ലൈ നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് അഗ്ലോണിമ 10 ക്യാരറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 320 റുപ്പീസ്. 320 വലിയ പ്ലാന്റാണ്. വില കൂടുതലാണെന്നും പറഞ്ഞൊന്നും വിഷമിക്കേണ്ട. വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ്. പിന്നെയുള്ളത് യുജീനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. വിലയുള്ള ഭാഗത്ത് നിർത്തണം. പിന്നെ ഇത് പെഡിലാന്തസ് ഗ്രീൻ 10 റുപ്പീസ്. ഇത് കുറ്റിമുല്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇതൊരു ഫിലോഡൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 270 റുപ്പീസ്. ഇത് അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240 റുപ്പീസ്. പ്ലാസ്റ്റിക് ലീഫ് പോലിരിക്കും. ഇത് കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. 70 രൂപ. നേരത്തെ നമ്മളൊരു കലാത്തി കാണിച്ചു, അതിൻ്റെയും പ്രൈസ് 70 റുപ്പീസ്. ഇത് റിംഗ് ഓഫ് ഫയർ നോർമല്. നമ്മൾ നേരത്തെ വെരിഗേറ്റഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോർമല്. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് കാർഡിനൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240 റുപ്പീസ്. ബ്ലാക്ക് കാർഡിനൽ. ഇത് കാർഡിനൽ ടിക്കി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ. ഇത് ഗ്രീൻ അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. സ്നേക്ക് പ്ലാന്റ് വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് ഒരു അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. തായ് കലേഡിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഒരുപാട് ചെറിയ പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ. ഇതും ഒരു കലേഡി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് നല്ല മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പം കാണിക്കുന്ന വൈറ്റ് ഗ്രീനൊക്കെ ചേർന്നത്. അടുത്തത് വിങ്കാ റോസ്. ഡാർക്ക് പിങ്ക് കളറാണ്. ഡാർക്ക് ഇതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. 20 ആണ്. ഇത് ലൈറ്റ് പിങ്ക് കളർ. ഇതിൻ്റെയും പ്രൈസ് 20 റുപ്പീസ്. ഇത് ടേബിൾ പാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ അറ്റത്തിങ്ങനെ കരിയുന്ന കാണാം. അതെന്താണെന്ന് വെച്ചാൽ അത് ഓവർ വാട്ടറിങ് അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രെയിനേജുള്ള ഒരു പോട്ട് വേണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളും ഇങ്ങനെ ലീഫും ഒക്കെ നനയുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെയെന്ന് പറയുന്നത് ആ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നത് വരെ വെള്ളം ചുറ്റിനും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കേണ്ടത്. നമുക്ക് ഈ വിൻഡോ സൈഡിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഒരുപാട് ചൂട് ഇത് സഹിക്കത്തില്ല. നമ്മൾ അയച്ചു തരുന്നത് ബുഷി ആയിട്ടുള്ള പോട്ടാണ്. പോട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാം. പക്ഷേ പോട്ട് ഉൾപ്പെടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ കൂടെ വേറെയും കുറേ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോട്ട് ഉൾപ്പെടെ അയക്കാൻ പാടാം കേട്ടോ. പിന്നെയുള്ളത് ഒരു കലേഡിയം. ഡാർക്ക് കളറാണ് കേട്ടോ. അത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 190 റുപ്പീസ് കേട്ടോ. അടുത്തൊരു സക്കുലൻ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. 2-3 ആഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ കുടഞ്ഞ് വെള്ളം ഒഴിക്കരുത്. നമ്മൾ നന്നായിട്ട് 4 സൈഡിനും നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇത് നന്നായിട്ട് വാർന്ന് പോകുന്നത് കാണണം. ആ രീതിയിൽ വേണം വെള്ളം ഒഴിക്കേണ്ടത്.
നേരത്തെ നമ്മൾ പാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിക്കേണ്ടത്. അടുത്തത് അഗ്ലോണിമ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280 റുപ്പീസ്. ഇതിൽ 3 ഷൂട്ട്സ് ഉണ്ട്. 280 റുപ്പീസാണ്. നല്ല ഗ്രീനിൽ റെഡ് കളർ റബ്ബർ പ്ലാന്റ്, ഗ്രീനും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഇതിൻ്റെയും പ്രൈസ് 190 റുപ്പീസാണ്. നമ്മൾ നേരത്തെ പീച്ചും ക്രീമും ഒക്കെ ചേർന്നത് കാണിച്ചായിരുന്നു, അതും 190 റുപ്പീസ്. അങ്ങനെ 3 റബ്ബർ പ്ലാന്റാണ് നമുക്കുള്ളത് സെയിലിന്. അടുത്തത് ഫിലോഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. 190 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വലിയ പ്ലാന്റ് ആട്ടോ, അതായത് വലിയ ലീഫാണ് ഇതിന്. 190 റുപ്പീസ്. ഇനിയുള്ളത് അഗ്ലോണിമ വെറൈറ്റി ആണ്. ഇത് നമ്മൾ മുമ്പ് അയച്ചിട്ടുള്ള കണക്കത്ത് അത്രയും സൈസ് ഇല്ല, ചെറിയ സൈസാണ്. അപ്പോൾ വിലയിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസാണ്. നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള 280, 290 അങ്ങനെയൊക്കെ അല്ലായിരുന്നോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസ്. അതിൻ്റെ ഒന്നും എനിക്ക് ഐഡിയ അറിയത്തില്ല കേട്ടോ. അപ്പം ഈ ഐഡിയ ഒക്കെ വലിയ വലിയ ഗുരുക്കന്മാർക്കറിയാം, യൂട്യൂബിലുള്ള ഗുരുക്കന്മാർക്കറിയാം, നമ്മളൊക്കെ ചിന്ന പസങ്ക. ഇത് ഫിലോഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസ്. നമ്മുടെ റിംഗ് ഓഫ് ഫയറിൻ്റെ ആ ലീഫ് പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കേളി ലീഫ്. നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയാണോ അയച്ചു തരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. നമ്മളുടെ നിന്ന് വാങ്ങിച്ചവർക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ചെറിയ വ്യത്യാസം വരും. ഇത് കാറ്റ് സ്റ്റൈൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. മറ്റേതില്ലേ, ആ കേളി ലീഫിൻ്റെത് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസാണ്. ഈ കാണുന്നത് പിച്ചിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. പിന്നെ ഉള്ളത് വെർബീന, ഒരു പിങ്ക് കളറാണ്. വെർബീനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ആരും എൻ്റെ അടുത്ത് ഫ്ലവർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ ഫ്ലവർ, അതാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. ഇപ്പോൾ പിടിച്ചതാണിത്. ഇത് ലേഡീസ് കനകാംബരം നേരത്തെ കാണിച്ച ആ നാടനല്ല, ഇത് വേറെയാണ്. ഇത് ഒരു റെഡിഷ് കളറ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇനിയുള്ളത് ഒരു ഫോണാണ്. ഇതിൻ്റെ പേരറിയത്തില്ല, എനിക്ക് പറയുമ്പോഴത്തേക്ക് പേരറിയത്തില്ല എന്ന് പറയുമ്പോൾ ചിരി വരുന്നതെന്ന് അറിയാം. എനിക്ക് കമൻറ്റ് വന്നായിരുന്നു, പേരറിയത്തില്ല പക്ഷേ വില അറിയാമെന്നും പറഞ്ഞു. എന്നെ ട്രോൾ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു ആരും. ഇതിൻ്റെ ഈ ലീഫില്ലേ, ഈ ലീഫ് കാണുമ്പോഴത്തേക്ക് പാമ്പിൻ്റെ പുറം ഇരിക്കുന്ന കണക്കിപ്പുണ്ട്. അപ്പോൾ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. ഇതിൻ്റെ പ്രൈസ് 220 റുപ്പീസ്. ഇത് വയലറ്റ് എക്സോറ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ച് വയലറ്റ് ജാസ്മിൻ എന്ന് പറഞ്ഞത്. വയലറ്റ് ജാസ്മിൻ ഇതല്ല, ഇത് വയലറ്റ് എക്സോറ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നായിരുന്നു. നമ്മുടെ ഒരു ഭൂമിയിലെ മാലാക കുവൈറ്റിലുണ്ട്. കുവൈറ്റിൽ തന്നെയാണോ അത് ഖത്തറ, എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. ഉണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഇത് വയലറ്റ് ജാസ്മിൻ ആണെന്ന് പറഞ്ഞിട്ട്. സന്തോഷം, ഒത്തിരി ശ്രദ്ധയോടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കിട്ടിയ അവസരത്തിൽ അതും കൂടി പറയാം. ഇത് അഗ്ലോണിമ ബാത്തിക്ക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280 റുപ്പീസ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പ്ലാൻസിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ. ഇത് ഫിലോഡ്രൻ റെഡ് ഹാർട്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് 220 റുപ്പീസ്. നമ്മൾ ഇതിൻ്റെ എല്ലാം പിക്ക് ഇട്ടിട്ട് നമ്മൾ അയക്കത്തുള്ളൂ കേട്ടോ. അടുത്തത് മോൺസ്ട്ര. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. ഈ മോൺസ്റ്റർ ഇത് വെരിഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കട്ടിങ്സ്, ഈ കട്ടില്ലേ അത് പെട്ടെന്ന് വരും. ഇത് ചെമ്പരത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. അങ്ങനെ തീർന്നപ്പാ നമ്മുടെ പ്ലാൻസ് തീർന്ന് സെയിലിനുള്ള. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ DTDC വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ചില കസ്റ്റമേഴ്സ് ചോദിക്കും നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുതരുമെന്ന്. അത് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ചിലയിടങ്ങളിൽ വീട്ടിൽ കൊണ്ടുതരും, ചിലയിടത്ത് നമ്മൾ പോയി എടുക്കണം. പക്ഷേ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരണമെന്നാണ് റൂള് DTDCയുടെ. പക്ഷേ പലരും കൊടുക്കാറില്ല, നമ്മളവിടെ പോയി എടുക്കണമെന്നൊക്കെ അവർ പറയും. അപ്പോൾ അത് നമ്മുടെ അവിടുത്തെ ഓഫീസിൽ, നമ്മുടെ DTDC എവിടെയാണോ അവിടെ നമ്മൾ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ അവിടെ അന്വേഷിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ പ്ലാൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്ലാൻസ് ചെന്നിട്ടുണ്ടായിരിക്കും എവിടെയാണ് അവിടുത്തെ DTDCയിൽ. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, അങ്ങോട്ടൊന്ന് വിളിച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും, നമ്മൾ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കാൻ പറയുമ്പോൾ കസ്റ്റമേഴ്സ് പറയും ഇല്ല അവർ ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ്. ആയിക്കോട്ടെ, വിളിക്കാറായിരിക്കും പതിവ്. പക്ഷേ ചില സമയത്തെങ്കിലും കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കണം. കാര്യം അവർ പറഞ്ഞൊക്കെ ബിസി ആകുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം വിളിച്ച് പിന്നെ അവർ മാറ്റിവെക്കും, അവരങ്ങനെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. പിന്നെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണേ. അപ്പം എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോകുന്നു. നമുക്ക് വാട്സപ്പിൽ കാണാം. വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാൻ ലേറ്റ് ആയാലും പിന്നെയും മെസ്സേജ് ഇടല്ലേ കേട്ടോ. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.
നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഉടനെ ബൈ.